ഇനി പറയട്ടെ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വളരെ പ്രധാനമായി കണ്ടിരുന്ന ഒരു ഇൽമാണ്, ഒരു ശാഖയാണ് മന്തിഖ്. അല്ലേ? ലാ സിഖത ബിഫിഖ്ഹി മൻ ലം യതമന്തഖ്. മന്തിഖ് അറിയാത്തവന്റെ ഫിഖ്ഹിയെ ഒരു അടിസ്ഥാനവുമില്ല എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ മന്തിഖ് പഠിപ്പിച്ച വലിയ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മന്തിഖ് പഠിപ്പിച്ച ചരിത്രമുണ്ട്. അങ്ങനെ ഔലിയാക്കളൊക്കെ മന്തിഖ് പഠിപ്പിച്ചവരാണ്. ആ മന്തിഖിന്റെ കിതാബിന് യാതൊരു വിലയില്ല, അത് കുട്ടികൾക്ക് പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാമെന്ന് തമ്മാടിത്തരം പറഞ്ഞത് കുരുവട്ടൂരിലെ സമദ് മൗലവിയല്ലേ? നമ്മളവിടെ സമീപകാലത്ത് ഏടാകൂടം കിതാബ് കയറിയപ്പം, കിതാബ് മൊത്തത്തിലല്ല, ഏത് നമ്മൾ മുമ്പൊക്കെ പറയാം ഈ മന്ദിക്കിന്റെ ഏടാകൂടം കിതാബുകൾ, കാര്യമില്ലാത്ത ഓരോ ഫന്നുകൾ, മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാന്നല്ലാതെ അതിന്റെ അവലാഹിർ പേജ് ചീന്തിക്കളഞ്ഞാൽ അവലാഹിറിൽ ചിലപ്പോൾ ബിസ്മി അഹമ്മദൊക്കെ സലാത്തൊക്കെ ഉണ്ടാവും. ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കുട്ടികളെ പമ്പേഴ്സിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ല, കാരണം വേറെ ഒന്നും ഇല്ലാന്ന്. അത് മനോരമ പേപ്പർ ഒരേ മാതിരിയായി പോയി. അതിന്റെ തെളിവ് എവിടെയാണ്? തെളിവ്? നൗഷാദ് പറയട്ടെ. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ പഠിക്കണമെങ്കിൽ ഈ തർക്കശാസ്ത്രം എന്ന കിതാബ് നമ്മളൊന്ന് ഒഴിവാക്കന്നെ വേണം. എവിടെയാണ് നൗഷാദെ ആ ഇബാറത്ത്? എവിടെയാണ്? അത്ര കാലമായി ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. ഫൽസഫ കലരാത്ത മന്തിഖ്, തർക്കശാസ്ത്രം, ഫൽസഫയിൽ നിന്നും മുക്തമാക്കപ്പെട്ട തർക്കശാസ്ത്രം, അത് പഠിക്കാൻ പാടില്ല എന്നും തസവുഫിലേക്ക് കയറുന്നവർക്ക് അത് പാടില്ല എന്നും പറഞ്ഞ ഇമാമി ഏതാണ്? പച്ചക്കളവാണ് താങ്കൾ പറഞ്ഞത്. ഏത് ഇമാമാണ്? ആ ഇമാമിന്റെ ഇബാറത്ത് ഇവിടെ കൊണ്ടുവരൂ. ഇങ്ങനത്തെ 1000 അബദ്ധങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഇബാറത്ത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ അതിനെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള മൗലവി വേറെ ചില വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് സർവ്വ കുരുവട്ടൂരികളും ആലോചിച്ചോളണം. ഈ കാര്യങ്ങൾക്കുള്ളത് കൃത്യമായ തെളിവുകൾ കൊണ്ടുവരണം. ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചത് മുഴുവനും അബദ്ധമാണ്.